എല്ലാവർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ വിഷു ആണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ അമ്മമാരെല്ലാവരും നാളെ എന്ത് പായസം ഉണ്ടാക്കും, ഒരു വെറൈറ്റി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാവേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരണം. മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മുടെ ബദാമും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബദാം ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അത് രണ്ടും കൂടെ ഒന്ന് നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നേരം നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നല്ല ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുന്തിരി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇച്ചിരി ബബിൾസ് പോലെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് 1.5 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ നോർമൽ വാട്ടറില്ലേ, പച്ചവെള്ളം, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ലിറ്റർ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ നമ്മുടെ ചൗരിയില്ലേ, ചൗരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. കുഞ്ഞ് ചൗരി ആണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചാൽ മതി. ഇത് വലിയ ചൗരി ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ 1/4 കപ്പാണ് എടുത്തത്. അത് വീർത്ത് വന്നപ്പോൾ 1 കപ്പ് അളവിൽ എനിക്ക് ചൗരി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു ഹാഫ് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചൗരി എടുക്കുമ്പോൾ ചൗരി നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുതിർത്തെടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നമ്മൾ ഹാഫ് കുക്ക് ചെയ്താണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അധികം ട്രാൻസ്പെറൻ്റ് ആകേണ്ട കാര്യമില്ല. നമുക്ക് ഈ ചൗരി ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ചൗരി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ നമ്മുടെ സേമിയ, ഇത് വറുത്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വറുക്കാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട കുത്തിപ്പോകും. അതായത് സേമിയ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. പ്രത്യേകിച്ച് നമ്മുടെ ചൗരിയും കൂടെ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ ചൗരി വേവിക്കുന്ന അതേ വെള്ളത്തിലിട്ട് തന്നെ നല്ലതുപോലെ ബോയിൽ ചെയ്തെടുപ്പിക്കണം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സേമിയയും ചൗരിയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സേമിയ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ വെന്ത് കിട്ടുകയില്ല. ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. ഇനി ഒരു ഏകദേശം ഒരു 4-5 മിനിറ്റെങ്കിലും നമ്മളിത് നല്ലതുപോലെ പഞ്ചസാര ഈ നമ്മുടെ സേമിയയിൽ പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ സേമിയ വെന്ത് നല്ലതുപോലെ പഞ്ചസാരയായിട്ടൊക്കെ ലയിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഐറ്റത്തിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ബദാം പൗഡറാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ബദാമിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ലെവൽ തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുങ്കുമപ്പൂ തികച്ചും ഓപ്ഷനിലാണ്. അപ്പം എൻ്റെ കയ്യിൽ അത് അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ പായസത്തിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഒരു കളറും നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ കുങ്കുമപ്പൂ ഇല്ലയെന്നും പറഞ്ഞിട്ട് സങ്കടമൊന്നും വേണ്ട. നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. പിന്നെ കുങ്കുമപ്പൂ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഗുണവും വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയുടെയും നമ്മുടെ ചൗവരിയുടെയും കൂട്ടിൻ്റെ അകത്തേക്ക് നമ്മുടെ ബദാം പൗഡറും കുങ്കുമപ്പൂവും കൂടെ ഇട്ടിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുവാണേ. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിച്ചു പോകാതെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ബദാം പൗഡർ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഇതിൻ്റെ പ്രധാന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാം പൗഡറാണ്. അപ്പോൾ പഞ്ചസാര നമ്മൾ ആദ്യം ചേർക്കുന്നില്ലേ, സേമിയയുടെ കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് വരെയൊക്കെ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. കാര്യം നമ്മുടെ ബദാം പൗഡറിൻ്റെ അകത്തും ഷുഗർ ആഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ മധുരം നോക്കിയതിന് ശേഷം അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടല്ല ഇരിക്കുന്നത്. ഇനി ഒന്ന് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ ചൗരിയും കൂടെയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കത്തക്ക ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതല്ല, ഇലയിലൊഴിച്ചിട്ട് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ പായസം സെറ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ കണ്ടോ, ഇതിൻ്റെ കളറ് നോക്കിക്കുക, അടിപൊളി കളറുമാണ്, അതുപോലെ ടേസ്റ്റുമാണ്. കറക്റ്റ് പാകത്തിന് ഇപ്പോൾ കുടിക്കത്തക്ക രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി പായസം നിങ്ങൾക്ക് ചൂടോട് കൂടി വേണമെങ്കിൽ അങ്ങനെ തന്നെ സെർവ് ചെയ്യുക. അതല്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഷെയർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും, ആ മിക്സും കൂടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി പായസം എല്ലാവർക്കും വേണ്ടി ഞാൻ തരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ പറയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി, എല്ലാ മലയാളികൾക്ക് വേണ്ടിയിട്ടും ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.